പ്രീതിപ്പെടുത്താൻ മാത്രമല്ല, അദ്ദേഹത്തിന് കേന്ദ്ര ഗവൺമെൻറ് അന്വേഷണ ഏജൻസികൾ നടത്തുന്ന അന്വേഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അദ്ദേഹം സ്വീകരിക്കുന്ന നടപടികളാണ്. CPM ഒരു പുതിയ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി, അതായത് ഭൂരിപക്ഷ വോട്ടുകൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നഷ്ടമാകുന്നു. അതുകൊണ്ട് ആ വോട്ടുകൾ തിരിച്ചു കിട്ടാൻ ഇപ്പോൾ ന്യൂനപക്ഷ വിഭാഗത്തെ കുറ്റം പറയുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായി. അല്ല, വോട്ട് നേടാൻ ഇത്രയും മനുഷ്യരെ പരസ്പരം ഭിന്നിപ്പിക്കുന്ന, വർഗീയ സംഘർഷം ഉണ്ടാക്കുന്ന നിലപാടുകൾ മാർക്സിസ്റ്റ് പാർട്ടി കുറേ കാലമായി സ്വീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമാണല്ലോ വടകരയിലെ നമ്മുടെ കാഫിർ സ്ക്രീൻഷോട്ടിൻ്റെ കാര്യം. അതുപോലുള്ള നിരവധി കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഏത് വൃത്തികെട്ട നിലപാടിലേക്കും CPM നേതാക്കന്മാർ പോകും എന്നതിനുള്ള തെളിവുകൾ നമ്മുടെ മുമ്പിൽ ഒരുപാട് കാലമായിട്ടുണ്ട്. ജനങ്ങളത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അതിദയനീയമായ പരാജയം അവർക്ക് നേരിടേണ്ടി വന്നത്. PV അൻവർ കഴിഞ്ഞ ദിവസം CPM നേതാക്കളെല്ലാം തന്നെ വർഗീയപരമായിട്ടാണ് കാര്യങ്ങളെ സമീപിക്കുന്നത് എന്നൊരു പ്രസ്താവന നടത്തിയിരുന്നു. അപ്പോൾ അത് കൂടുതൽ സാധൂകരിക്കുന്നതാണോ മുഖ്യമന്ത്രിയുടെയും പ്രസ്താവന? അല്ല, അത് ഞങ്ങളെക്കാൾ കൂടുതൽ പറയാൻ കഴിയും അൻവറിനാണ്. കൂടെ കിടക്കുന്നവർക്കാണ് രാപ്പനി അറിയുക. അദ്ദേഹം ഇടതുപക്ഷത്ത് തന്നെയാണ്. ഞങ്ങളത് പറഞ്ഞതിനേക്കാൾ കൂടുതൽ പ്രാധാന്യവും പ്രസക്തിയും ആധികാരികതയും അൻവറിൻ്റെ പ്രസ്താവനയ്ക്കുണ്ട്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരെ പരസ്യമായി വെല്ലുവിളിക്കുന്ന ഒരാൾ ഇപ്പോൾ ഇടതുപക്ഷത്താണെന്ന് എങ്ങനെ പറയാൻ കഴിയും? അദ്ദേഹം ഇടതുപക്ഷത്തല്ലേ ഇപ്പോഴല്ലേ എന്നും. ഒരു MLA മാത്രമല്ല, അദ്ദേഹത്തെ MP പാർലമെൻറ്റിലേക്ക് മത്സരിപ്പിച്ച് ആദരിച്ച ആളുകളാണ് ഇടതുപക്ഷം. പിന്നെ അദ്ദേഹം ഇടതുപക്ഷമല്ല എന്ന് മുതൽ പറഞ്ഞാൽ ഇന്നു മുതൽ ഇടതുപക്ഷമല്ല എന്ന് പറയാം. പക്ഷെ അത് ഇതുവരെ ഇടതുപക്ഷത്തായിരുന്നു, ഒരുമിച്ചായിരുന്നു. തീർച്ചയായും പ്രതിഷേധം ആളിക്കത്തും, യാതൊരു സംശയമില്ല. ആസൂത്രിതമായ ഒരു ക്ലാരിറ്റി കുറഞ്ഞൊരു തീർച്ചയായും. ഒന്ന്, ഇപ്പോൾ അൻവർ ഉന്നയിച്ച കാര്യങ്ങളുണ്ടല്ലോ, തെളിവ് സഹിതം അദ്ദേഹം പരസ്യമായി ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കുക. മറ്റൊന്ന്, ജനങ്ങളെ ജാതീയമായി വർഗീയമായി വിഭജിച്ച് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുക. ഇത് മാത്രമാണ് ഇതിൻ്റെ ലക്ഷ്യം.